അപ്പം ഇന്ന് ഞങ്ങൾ റൂമിൽ നോമ്പ് തുറ വെക്കാൻ വിചാരിച്ചു. അങ്ങനെ എല്ലാവരും നോമ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് റൂമത്തെ. നോമ്പ് തുറ ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ ഞങ്ങൾ ഒരു 2-3 ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് തണ്ണിമത്തൻ ഇങ്ങനെ കട്ട് ചെയ്യാമെന്ന് ഗായത്രിയുടെ നിർബന്ധമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഐസ്ക്രീം പോലെ കട്ട് ചെയ്തു. പിന്നെ മാംഗോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എണ്ണക്കടിയൊക്കെ പുറത്തുനിന്ന് വാങ്ങുക ചെയ്തത്. ചട്ടിപ്പത്തിരി, കട്ട്ലേറ്റ്, പഴംപൊരി അങ്ങനെ 3-4 കടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഞങ്ങളിട്ട് പായല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബെഡ്ഷീറ്റ് വെച്ചിട്ടാണ് ഒക്കെ സെറ്റ് ചെയ്യണത്. ഇത് സെറ്റ് ചെയ്യുമ്പോൾ ആകെ പൊരിഞ്ഞിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം നോമ്പ് തുറക്കാനുള്ള സമയമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. എല്ലാവരും നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. ഗായത്രി, നന്ദന, ജൂലി അങ്ങനെ ആരും ഇല്ലാതെ എല്ലാവരും നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. നോമ്പെടുത്തതോടെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവർക്ക്. അതോടെ നല്ല തീറ്റ തിന്നണമുണ്ട്. പക്ഷെ നോമ്പ് തുറക്കാൻ പ്രതി എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഔട്ടിങ്ങിന് വയ്ക്കായിരുന്നു. അമ്മ വന്നപ്പോൾ അങ്ങനെ പോയതാണ്. എന്നിട്ട് പിന്നെ അവളും എത്തി. അവളുടെ വാങ്ങിയ സാധനങ്ങളൊക്കെ അവളും തിന്ന് നോമ്പൊക്കെ തുറന്ന്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാലും പലരും പലതൊട്ട് വാങ്ങിയത്. ഞാൻ എഗ് ബിരിയാണി വാങ്ങിയത്, ചിലർ നെയ്ച്ചോറ്, പൊറോട്ട അങ്ങനെ പലതും വാങ്ങിയത്. പിന്നെ പ്രത്യേക അമ്മ കൊടുത്ത ബീഫിൻ്റെ റോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞങ്ങളിന്ന് നോമ്പ് തുറന്നു.